വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചാനൽ ഉണ്ടല്ലോ, നമ്മുടെ ദീപ്തി ടീച്ചർ, കാടിൻ്റെ മക്കളെ സഹായിക്കുന്ന ദീപ്തി ടീച്ചറുടെ ഒരു ചാനൽ ഉണ്ടായിരുന്നില്ലേ. ആ ചാനലിൽ 2 days മുന്നേ ഒരു ആദിവാസി പെൺകുട്ടി പ്രായപൂർത്തിയാവുന്നതിന് മുന്നേ പ്രഗ്നൻ്റ് ആയി. അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് പുള്ളിക്കാരി ഒരു വീഡിയോ ചെയ്തു. അതെടുത്ത് കുറേ റിയാക്ഷൻ ബ്ലോഗേഴ്സ് അവരവരുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തി. അപ്പോൾ ആ ഒരു കാര്യത്തിൽ എൻ്റേതായ ഒരു അഭിപ്രായം രേഖപ്പെടുത്താനാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ഈ ഒരു കാര്യത്തിൽ പറയാനുള്ളത്, ഞാൻ 2 വർഷത്തോളം വയനാട് ട്രൈബൽ ഏരിയയിൽ വർക്ക് ചെയ്തൊരു വ്യക്തിയാണ്. അപ്പോൾ അവിടെ നിന്നുണ്ടായ കുറച്ച് കാര്യങ്ങളും അവിടെ സംഭവിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്കറിയാം. ഇപ്പോൾ ഈ ദീപ്തി ടീച്ചർ പറയുകയാണ് 18 വയസ്സ് തികയാത്തൊരു പെൺകുട്ടി പ്രഗ്നൻ്റ് ആയി. ഓക്കെ, അത് ദീപ്തി ടീച്ചർ ചിലപ്പം ആദ്യമായിട്ട് കാണുന്നതുകൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല. ഇതുപോലുള്ള ഒരുപാട് കേസുകൾ ഇങ്ങനെയുള്ള ട്രൈബൽ ഏരിയാസിൽ റിപ്പോർട്ട് ചെയ്യാറുണ്ട്. ഞാനത് നേരിട്ട് കണ്ടിട്ടുള്ള ഒരു വ്യക്തിയാണ്. നമ്മുടെ സാധാരണ നോർമൽ പീപ്പിൾസിന് ഉണ്ടാകുന്ന ഒരു ആകാംക്ഷയോ അല്ലെങ്കിൽ ഒരു ഞെട്ടലോ ഒന്നും ഇവരുടെ ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ ഇന്ന് പെൺകുട്ടി പ്രഗ്നൻ്റ് ആയി എന്നറിയുമ്പം അത് ഉണ്ടാവാറില്ല. കാരണം അവർക്ക് തന്നെ അറിയാം അവരുടെ കമ്മ്യൂണിറ്റിയിൽ ഇതൊക്കെ കോമൺ ആയിട്ട് നടക്കുന്നൊരു കാര്യമാണ്. ഇവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഇവരുടെ തന്നെ കാറ്റഗറിയിലുള്ള കുറച്ച് ട്രൈബൽ പ്രൊമോട്ടേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് ആൾക്കാരും പിന്നെ ആദിവാസി ക്ഷേമ വകുപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ വകുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് സർക്കാർ. പക്ഷേ ഈ വകുപ്പുകളും അതുപോലെ തന്നെ ഈ പ്രൊമോട്ടർമാർ എന്ന് പറഞ്ഞ് നടക്കുന്ന ആരും തന്നെ ഇവരുടെ ഒരു കാര്യത്തിലും 100% ജെന്യുവനായിട്ട് കാര്യങ്ങളൊന്നും നോക്കി നടത്തുന്നില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം. പലപ്പോഴും എല്ലാവരും സ്വന്തം ലാഭത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സ്വന്തം കീശ നിറയ്ക്കാൻ വേണ്ടി ഓടുന്ന പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഇവരുടെ ഈ ഒരു കാറ്റഗറി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും ഒരു 60 വർഷം ബാക്കോട്ട് അല്ലെങ്കിൽ 50 വർഷം ബാക്കോട്ട് ചിന്തിക്കുന്ന ആൾക്കാരാണ്. അവർക്ക് ഇന്നത്തെ നമ്മുടെ സൊസൈറ്റിയിൽ നടക്കുന്ന ഒരു കാര്യങ്ങളെ പറ്റി ഒന്നും അറിയത്തില്ല. അതിൽ എത്രയോ മുന്നോട്ട് പോയി. പക്ഷെ അവരിപ്പോഴും ആ ഒരു പഴയ കാലത്താണ് ഇപ്പോഴും നിൽക്കുന്നത്. പിന്നെ അവരെ ഉപദേശിച്ച് മാറ്റുക എന്നൊന്നും പറയുന്നത് പോസിബിൾ ആയിട്ടുള്ള കാര്യമൊന്നുമില്ല. അത് ദീപ്തി ടീച്ചർ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നുണ്ട്. അവരെന്ന് വെച്ചാൽ നമുക്ക് അങ്ങോട്ട് കുറച്ച് ഭക്ഷണ സാധനങ്ങളും കാര്യങ്ങളൊക്കെ കൊണ്ടു കൊടുത്ത് അവരെ ഫുഡ് കഴിക്കാനുള്ളതൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കുക എന്നുള്ളതല്ലാതെ അവരെ നമുക്ക് ഉപദേശിച്ച് മാറ്റാനോ അല്ലെങ്കിൽ അവരെ നമ്മൾ ഇന്ന പോലെയാണ് കാര്യങ്ങൾ, ഇന്ന പോലെ സംഭവിച്ചു, നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യണം എന്നൊന്നും പറഞ്ഞാൽ അവർക്ക് മനസ്സിലാകുന്ന ടൈപ്പ് ആൾക്കാരൊന്നും അല്ല. അപ്പോൾ ഈ ട്രൈബൽ കമ്മ്യൂണിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടേതായ ഒരു ലൈഫ് സ്റ്റൈൽ പിന്തുടർന്ന് കൊണ്ടുപോകുന്ന ഒരാൾക്കാരാണ്. പിന്നെ ദീപ്തി ടീച്ചർ ഈ ഒരു വീഡിയോ ചെയ്യാനുണ്ടായ കാരണം ആ പുള്ളിക്കാരിൻ്റെ കൂടെ നടന്നൊരു പെൺകുട്ടിയായിരുന്നു. അത് പ്രായപൂർത്തിയാവുന്നതിന് മുന്നേ ഒരു പ്രഗ്നൻസി സംഭവിച്ചു പോയി. അതെങ്ങനെയോ എന്തോ ആരാണെന്നൊന്നും അറിയത്തില്ല. അപ്പോൾ അത് ഓൾറെഡി അവിടെയുള്ള ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ 1 മാസം മുന്നിൽ തന്നെ അറിയാമായിരുന്നു എന്നാണ് ദീപ്തി ടീച്ചർ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ എന്നിട്ടും ആരും ഒരു നടപടിയും എടുക്കാത്തത് കൊണ്ടാണ് പുള്ളിക്കാരത്തേക്ക് ഇതുപോലുള്ളൊരു വീഡിയോ ചെയ്യേണ്ടി വന്നത് എന്നാണ് ദീപ്തി ടീച്ചർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിനെ തുടർന്ന് നമ്മുടെ റിയാക്ഷൻ ബ്ലോഗറായിട്ടുള്ള അല്ലെങ്കിൽ സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്ന നമ്മുടെ ഷഫീന ബീവി എന്ന് പറഞ്ഞ ആ ഒരു ലേഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഷഫീന ബീവി ഇങ്ങനെയാണ് പറയുന്നത്, നിങ്ങൾ കാടിൻ്റെ മക്കൾക്ക് ഒരുപാട് ഫുഡ് ഐറ്റംസും കാര്യങ്ങളൊന്നും കൊണ്ടു കൊടുക്കുകയല്ല വേണ്ടത്, അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക. അവരെ ഇന്ന പോലെയാണ് ഇന്നത്തെ സമൂഹത്തിൽ നടക്കുന്നത്, അല്ലെങ്കിൽ ഇന്നൊരു കാര്യം നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു രീതിയിലാണ് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത്, അതിൻ്റെ നിയമവശങ്ങളും കാര്യങ്ങളും അതിനെ ഓവർകം ചെയ്യാനുള്ള ഐഡിയാസൊക്കെ ഇവരെ പറഞ്ഞ് മനസ്സിലാക്കുക. അങ്ങനെയാണ് ദീപ്തി വേണ്ടത് എന്നാണ് ഷഫീന ബീവി ദീപ്തി ടീച്ചറോട് പറയുന്നത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദീപ്തി ടീച്ചർ പറയുന്ന പോലെ നമുക്ക് അവരൊരിക്കലും പറഞ്ഞ് മനസ്സിലാക്കാനോ ഒന്നും പറ്റത്തൊന്നുമില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ നോർമൽ ആൾക്കാരെ പറഞ്ഞ് മനസ്സിലാക്കുന്ന പോലെയൊന്നും ഇവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ നമുക്ക് പറ്റത്തില്ല. അത് അവരുടെ തലയിലോട്ട് കയറത്തുമില്ല. ഒരാൾ പോലും അങ്ങനെ ക്ലാസ് സംഘടിപ്പിച്ച് കഴിഞ്ഞാൽ അവിടെ പോയി ഇരിക്കത്ത് പോലുമില്ല മര്യാദയ്ക്ക്. എനിക്ക് പേഴ്സണലി അറിയാവുന്നതാണ്. ഞാൻ 2 വർഷത്തോളം ട്രൈബൽ ഏരിയയിൽ വർക്ക് ചെയ്തൊരു വ്യക്തി എന്ന രീതിയിലാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ അതിൽ 1-2 പേര്, ഒരു 50 പേരെ അല്ലെങ്കിൽ ഒരു 100 പേരെ നമ്മൾ ഉപദേശിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ 1-2 ആൾക്കാർ ചിലപ്പം കുറച്ച് നേരം ഇരുന്ന് കേട്ടേക്കാം. അവർ ചിലപ്പം ഒരു 5-10 മിനിറ്റ് ചിന്തിച്ചേക്കാം, അങ്ങനെ ആയിരിക്കാം, ഇങ്ങനെ ആയിരിക്കാം. പിന്നെ അവർ പിന്നെയും ഓട്ടോമാറ്റിക്കായിട്ട് അവരുടെ ഒരു പരമ്പരാഗതമായ രീതിയിൽ അല്ലെങ്കിൽ അവർ ചിന്തിക്കുന്ന ആ ഒരു രീതിയിലേക്ക് പോകും എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ സത്യം. പിന്നെ ഷഫീന ബീവി പറയുന്ന വേറൊരു കാര്യമാണ്, ഇപ്പോൾ ഇതുപോലൊരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ആദ്യം തന്നെ ഇതുപോലൊരു വീഡിയോ എടുത്ത് ചെയ്യുകയല്ല വേണ്ടത്, അത് ഉദ്യോഗാർത്ഥികളിലേക്ക് എത്തിക്കേണ്ടതാണ് എന്നാണ് ഷഫീന ബീവി പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ദീപ്തി ടീച്ചർ തന്നെ അത് വ്യക്തമാക്കിയിട്ടുണ്ട്. ഓൾറെഡി ഇത് 1 മാസം മുന്നേ അവിടെയുള്ള ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ അറിയാമായിരുന്നു. പക്ഷെ അവരൊക്കെ മൂടി വെക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ടാണ് ദീപ്തി ടീച്ചർക്ക് ഇതുപോലൊരു വീഡിയോ ഇടേണ്ടി വന്നിട്ടുള്ളത് എന്നാണ് ദീപ്തി ടീച്ചർ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഷഫീന ബീവി പറഞ്ഞ വേറൊരു കാര്യമാണ്, ഇവരുടെ ഈ ആദിവാസികൾക്കിടയിൽ നടക്കുന്ന സെക്സ് അല്ലെങ്കിൽ ലൈംഗികത എന്ന് പറയുന്നത് മൃഗങ്ങളോട് സമാനമാണെന്ന്. ആ ഒരു അഭിപ്രായത്തോട് തീർത്ത് യോജിക്കാൻ പറ്റുന്നതല്ല. ഒന്നില്ലെങ്കിൽ ഒരു മനുഷ്യന്മാരല്ല, ഇങ്ങനെയൊക്കെ പറയാമോ ഷഫീന ബീവി ചേച്ചിയെ? ഈ ഷഫീന ബീവി ഏതൊരു ടോപ്പിക് എടുത്തു കഴിഞ്ഞാലും അതിനകത്ത് ഇവർ ഈ സെക്സും മതാലസ കഥകളൊക്കെ കൂട്ടിച്ചേർത്തും എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ സത്യം.
അത് ചിലപ്പം ഇവരുടെ ഒരു ശൈലി ആയിരിക്കാം, അല്ലെങ്കിൽ ഇവർ ചെയ്യുന്ന പ്രവർത്തികൾ മറ്റുള്ളവരിലേക്ക് കൂടി അടിച്ചേൽപ്പിക്കുന്നതായിരിക്കാം, എന്താണെന്ന് അറിയത്തില്ല. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷെഫീന ബേബി പറയാണ്, ദീപ്തി ടീച്ചറുടെ റീച്ചിനും കാര്യങ്ങൾക്കും വേണ്ടിയിട്ടാണ് ഇതുപോലുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, അല്ലാതെ സമൂഹത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടിയൊന്നുമല്ല എന്നൊക്കെയാണ് പുള്ളിക്കാരി പറയുന്നത്. അപ്പോൾ ആ ഒരു പ്രസ്താവനയിലോട്ട് നമ്മൾ എത്തി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. എല്ലാവരും ഇപ്പോൾ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നത്, ഇപ്പോൾ ഈവൻ ഞാനടക്കം അവനവൻ്റെ സെൽഫായിട്ടുള്ള ഏർണിങ്സിന് വേണ്ടി തന്നെയാണ് ഓരോ വീഡിയോസും ചെയ്യുന്നത്, അല്ലേ? തീർച്ചയായിട്ടും ഇപ്പോൾ ഞാനായിക്കോട്ടെ, ഇതുപോലെ വീഡിയോ ചെയ്യുന്ന എല്ലാവരും, ഈവൻ ദീപ്തി ടീച്ചറും അതുപോലെ ഷെഫീന ബേബി അടക്കം എല്ലാവരും വീഡിയോസ് ചെയ്യുന്നത് അവനവൻ്റെ പേഴ്സണൽ ഏർണിങ്സിന് വേണ്ടി തന്നെയാണ്. പക്ഷേ നമ്മളും ദീപ്തി ടീച്ചറും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ദീപ്തി ടീച്ചറും ഓഫ് കോഴ്സ് അവരുടെ പേഴ്സണൽ ഏർണിങ്സിന് വേണ്ടി തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ ദീപ്തി ടീച്ചർ അവർക്ക് കിട്ടുന്നൊരു പങ്ക്, ഈ കാടിൻ്റെ മക്കളെ വെച്ച് ചെയ്യുന്ന വീഡിയോസിലൂടെ കിട്ടുന്നൊരു പങ്ക് ആ മക്കൾക്ക് തന്നെ തിരിച്ചൊരു ഫുഡ് ഐറ്റംസ് ആയിട്ടോ വസ്ത്രങ്ങളായിട്ടോ ഒക്കെ കൊടുക്കുന്നുണ്ട് എന്നതാണ് സത്യം. അതൊരു നല്ല കാര്യമല്ലേ? നിങ്ങളും അവരും തമ്മിലുള്ള വ്യത്യാസം അതാണ്. ഷഫീന ബേബി പറഞ്ഞിട്ടുള്ള വേറൊരു കാര്യമായിരുന്നു, നമ്മളൊരാൾക്കൊരു ഉപകാരം ചെയ്യുന്നുണ്ടെങ്കിൽ അത് മറ്റൊരാൾ അറിയാൻ പാടില്ല എന്നൊക്കെ. അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ കാര്യങ്ങളല്ലേ. ചിലവർക്കത് സോഷ്യൽ മീഡിയയിലിട്ട് കാണിക്കുന്നതായിരിക്കും ഇഷ്ടം, ചിലവർക്കത് കാണിക്കാതിരിക്കുന്നതായിരിക്കും ഇഷ്ടം. എന്ന് വെച്ചത് കാണിക്കുന്ന ആരും മോശമാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല, അല്ലേ? അങ്ങനെയാണ് ഇപ്പോൾ നമ്മുടെ ബോച്ചയൊക്കെ എന്തോരം നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അല്ലേ? അവരൊക്കെ സോഷ്യൽ മീഡിയയിലിട്ട് കാണിക്കുന്നു. വെച്ച് നമ്മൾ ബോച്ചേനെ ആരെങ്കിലും വെറുക്കുന്നുണ്ടോ? ഇല്ല. നല്ലൊരു കാര്യമല്ലേ? എത്രയോ ആൾക്കാർക്ക് വീടും കാര്യങ്ങളൊക്കെ വെച്ച് നൽകി. അപ്പോൾ അതുപോലെ തന്നെയാണ് ദീപ്തി ടീച്ചറും ചെയ്യുന്നത്, നല്ലൊരു കാര്യമാണ്. പിന്നെ ഷഫീന ബേബി പറഞ്ഞ മറ്റൊരു കാര്യമാണ്, ഇപ്പം ആ പെൺകുട്ടിക്ക് ഒരു പ്രഗ്നൻസി സംഭവിച്ചു പോയി, ഇനി ആ പെൺകുട്ടിക്ക് ആഫ്റ്റർ കെയർ കൊടുക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അതല്ലാതെ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നിയമ പോരാട്ടത്തിന് ഇറങ്ങുവാണെങ്കിൽ ആ ട്രൈബൽ കമ്മ്യൂണിറ്റി തന്നെ ദീപ്തിയെ ആക്രമിക്കും എന്നൊക്കെയാണ് പറയുന്നത്. അയ്യോ, ഇനി എന്നെ അവരെ ആക്രമിക്കും, ഞാൻ ഇവരുടെ കാര്യത്തിൽ പോയി ഇടപെട്ട് കഴിഞ്ഞാൽ എന്ന് വിചാരിച്ചുകൊണ്ട് ദീപ്തി ടീച്ചർ മിണ്ടാതിരിക്കണം എന്നാണോ ഷഫീന ബേബി പറയുന്നത്? ഇങ്ങനൊരു ക്രൈം ഒരു ആൺകുട്ടി ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒരു ആൺകുട്ടി തന്നെ ആയിരിക്കുമല്ലേ എന്തായാലും ആ പെൺകുട്ടീനെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയിട്ടുണ്ടാവുക. അപ്പോൾ ആ ആൺകുട്ടിക്ക് തക്കതായ ശിക്ഷ വാങ്ങിക്കൊടുക്കുകയാണ് വേണ്ടത്. അതിനുവേണ്ടി അധികാരികളിലേക്ക് കൂടുതൽ ഈ ഒരു കണ്ടന്റ് എത്തിക്കാൻ വേണ്ടിയാണ് ദീപ്തി ടീച്ചർ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അല്ലാതെ പെൺകുട്ടിക്ക് ഓക്കെ ആഫ്റ്റർ കെയറും കാര്യങ്ങളൊക്കെ അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരും പ്രൊമോട്ടർമാരൊക്കെ ചെയ്യുമായിരിക്കും. പക്ഷേ നമ്മൾ ഈ ഒരു ആഫ്റ്റർ കെയർ കൊണ്ട് മാത്രം ഇരിക്കാതെ ആ ഒരു കുറ്റകൃത്യം ചെയ്തിട്ടുള്ള ആര് തന്നെ ആയാലും അവർക്ക് തക്കതായ ശിക്ഷ വാങ്ങി കൊടുക്കുകയാണ് വേണ്ടത്, അല്ലേ? പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രൈബൽ കമ്മ്യൂണിറ്റിയിൽ ഇത് കോമൺ ആയിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്. അതെനിക്ക് പേഴ്സണലി അറിവുള്ളതാണ്. ട്രൈബൽ കമ്മ്യൂണിറ്റിയിൽ നമ്മൾ നോർമൽ മനുഷ്യന്മാർ ചെയ്യുന്ന പോലെ, നോർമൽ മനുഷ്യന്മാരും നല്ല ആൾക്കാരൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ ട്രൈബൽ കമ്മ്യൂണിറ്റിയിൽ കുറച്ച് കൂടുതലാണ് ഇതുപോലെയുള്ള കുറ്റകൃത്യങ്ങൾ. അവർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ മൃഗങ്ങളോടൊന്നും ഞാൻ ഉപമിക്കുന്നൊന്നുമില്ല, പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടും ജസ്റ്റ് പ്രായപൂർത്തിയാകുന്ന സമയത്ത് തന്നെ ഇവർ ഈ ഒരു സംഭവം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ അവർക്ക് അമ്മ പെരുന്നാൾ അങ്ങനെയൊന്നും ഇല്ലെന്ന് തോന്നുന്നു. കൂടുതൽ ആൾക്കാരും അങ്ങനെയുള്ള ആൾക്കാരും ഉണ്ടാവും, നല്ല ആൾക്കാരും ഉണ്ടായിരിക്കാം. പക്ഷേ കൂടുതലും ഇതുപോലുള്ള കുറ്റകൃത്യങ്ങൾ ട്രൈബൽ കമ്മ്യൂണിറ്റിൻ്റെ ഇടയിൽ നടക്കുന്നുണ്ട് എന്നുള്ളതൊരു സത്യം തന്നെയാണ്. അപ്പോൾ ഇതുപോലുള്ള ആൾക്കാരെ കണ്ടെത്തിക്കഴിഞ്ഞാൽ ഒരാൾക്കെങ്കിലും ശിക്ഷ നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള കുറ്റകൃത്യങ്ങൾ കാലക്രമേണ കുറഞ്ഞു വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ദീപ്തി ടീച്ചർ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ആരാണ് ഈ കുറ്റകൃത്യം ചെയ്തിട്ടുള്ളത് അവരെ കണ്ടെത്തി അവർക്കെതിരെ നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോകാൻ ദീപ്തി ടീച്ചർക്ക് കഴിയട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.